തെയ്യും തത്ത തെയ്യും താഹ തെയ്യും തത്ത തെയ്യും. കേളുവാശൻ എന്താ ഇതിലെ? അല്ല, ഇതുവഴി പോയപ്പോ ഒന്ന് കേറിപ്പോയി, അത്രേ ഉള്ളൂ. ഇതിനു മുൻപ് ഇതുവഴി പോയപ്പോ ഒന്നും കേറിയിട്ടില്ലല്ലോ. അതെ, പെരക്ക ഇപ്പൊ ലേശം കൂടുതലാ. നടന ഗ്രാമം എവിടെ വരെ ആയി കാര്യങ്ങൾ? സക്സസ്. വളച്ചിട്ടില്ലാതെ കാര്യം പറയാം. മീറ്റിംഗും ജാഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു കലാകാരി എന്ന നിലയിൽ സെൻഗ്വേര സാറുമായി ഒന്ന് സഹകരിച്ചൂടെ? അല്ല, കമ്പനിയുമായിട്ട് സഹകരിച്ചൂടേന്ന്. അതിപ്പോ കുട്ടി, നമ്മുടെ കലയും നൃത്തവും ഒക്കെ ഇപ്പൊ വിദേശികൾക്കേ വേണ്ടൂ. കുട്ടിയുടെ മനസ്സ് മാറിയെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ശങ്കുവര സാറിനോട് പറയാം. സെൻഗ്വേര സാറിനോട് പറയാം. കുട്ടിയുടെ ഈ സ്ഥാപനം അദ്ദേഹം വലിയ നിലയിൽ എത്തിക്കും. ഫോറിനേഴ്സ് വരും, ഡോളേഴ്സ് തരും. ഒരു 6-6.5 മാസത്തെ വിദേശ പര്യടനവും തരാക്കാം. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, റോളണ്ട്, പോളണ്ട്, ചക്കസ്ലോവാക്യ, തുർക്കി, ആംസ്റ്റർഡാം. തൽക്കാലം വേണ്ട, തോന്നുമ്പോ പറയാം. അല്ല, എങ്ങനെയുണ്ട് കുട്ടികളുടെ പാണ്ഡവം? എന്താ കഴിവ്? പഠിപ്പിച്ചു തുടങ്ങിയല്ലേ. വാസനയുള്ള കുട്ടികളെ ആദ്യ ക്ലാസ്സിൽ തന്നെ തിരിച്ചറിയാം. അറിയണം. നോക്കട്ടെ. പോരാ. എന്ത് വാസന പോരാ. കുട്ടിക്ക് വരൂ. വിടരുന്ന താമരയുടെ മുദ്ര കാണിക്കൂ. താമര ഇങ്ങനെയാ വിരിയ? എന്താ ഇങ്ങനെയല്ലേ? വിരിഞ്ഞു വരണ്ടേ? കുട്ടി, താമര വിരിയുന്നത് വിരലുകളിൽ മാത്രം ആവരുത്, മുഖത്തും കൂടി വേണം, പ്രത്യേകിച്ച് കണ്ണുകളിൽ. ഇതാ നോക്കൂ. അതൊരു സമസ്യയല്ലേ? ആണോ? എല്ലാം ഓരോ സമസ്യയല്ലേ. സമസ്യയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും എത്തിയല്ലോ. കുട്ടി എങ്ങോട്ട് പോയിക്കോളൂ. ചങ്ങാതി എവിടെ? അവൻ ടൗണിൽ പോയി. രണ്ടുപേരും 2 റൂട്ടാണല്ലേ. ലക്ഷ്യം ഒന്നാണെങ്കിലും ചങ്ങാതിയുടെ റൂട്ടാണ് ശരിയെന്ന് തോന്നുന്നു, അല്ലേ കുട്ടി? എന്താ നോട്ടം? എന്നാ പിന്നെ ഞാൻ വരട്ടെ. ആള് കാക്കക്കണ്ണല്ലേ, ലേശം ചെരിഞ്ഞ റൂട്ടാ. ചെരിവ് മാത്രല്ല, ചെറ്റത്തിനുണ്ട്.